ഈ ധ്യാൻ ശ്രീനിവാസനായിട്ട് അഭിനയിച്ചപ്പോഴത്തേക്ക് 1-2 പ്രാവശ്യം ഞാൻ ധ്യാനിന്റെ അടുത്ത് ഓർമ്മിപ്പിച്ചു എന്നെ. നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ, നീ ഇങ്ങനെയുള്ള തമാശകളൊക്കെ എൻ്റെ അടുത്ത് പറയാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അവരൊക്കെ മറന്നുപോകും. അല്ല, ധ്യാൻ ചേട്ടൻ അത് പറഞ്ഞിരുന്നു, ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് ഓപ്പൺ ആകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മുകേഷ് ചേട്ടന്റെ അടുത്ത് ഓപ്പൺ ആയി, എന്റെ പല കാര്യങ്ങളും മുകേഷ് ചേട്ടനെ അറിയാന്ന്. ഇപ്പൊ ധ്യാൻ ചേട്ടനെ ഇപ്പൊ പറഞ്ഞോണ്ട് സൂചിപ്പിക്കാണ്, ആ സ്റ്റേജിൽ കയറുമ്പോ പേടിക്കേണ്ട 2 വ്യക്തികളാണ്, ഒന്ന് മുകേഷ് ചേട്ടൻ, ഒന്ന് ധ്യാൻ ചേട്ടൻ. ഒന്ന് മുകേഷ് ചേട്ടന്റെ സംഭാഷണ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്, കഥകൾ പറയുന്നത് എല്ലാം. ധ്യാൻ ചേട്ടനെ നമുക്ക് ഒരു തരത്തിലും നിർത്താൻ പറ്റില്ല, ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങ് കയറിപ്പോ. അങ്ങനെ ഒരു ഭയം കലാകാരന്മാരുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലൊക്കെ പറയും. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഉർവശി ചേച്ചി ന്യൂ പടം ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ഉർവശി ചേച്ചി എന്നെ കുറിച്ച് പറയും, എന്തെങ്കിലും പറയുന്നു. ഒരുപാട് കഥകൾ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കാൻ കാരണം എന്താണ്? അതൊരു ശീലമാണ്, പിന്നെ ഒരു സ്വഭാവമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ത് തമാശ പറഞ്ഞാലും എന്ത് കഥകൾ പറഞ്ഞാലും ആരെയും വ്രണപ്പെടുത്തരുത്.